ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു പുട്ടാണ്. പുട്ടെന്ന് പറഞ്ഞാൽ പൊൻകതിരിൻ്റെ ചെമ്പാവ് പുട്ടുപൊടി അങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊരു ചെമ്പാവ് പുട്ട് പുഴുങ്ങും. പുട്ടുപൊടിക്കകത്തോട്ട് സ്വല്പം പാകത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. നല്ല രീതിയിൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പൊടിക്കനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് വേണം നല്ല രീതിയിൽ നനച്ചെടുക്കാൻ. ആ നനവ് കൂടിപ്പോയാലും പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് കറക്റ്റ് പാകത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത പുട്ടുപൊടിയിലോട്ട് ഒരു സ്വല്പം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്താൽ ആ പുട്ട് പുഴുങ്ങുമ്പം അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ അങ്ങ് കൂടി നിൽക്കും. അപ്പോൾ നമുക്ക് തേങ്ങ ചിരവി കൊടുത്തത് ചേർത്ത് പുട്ടുപൊടി ഒന്നുകൂടെ നല്ലതായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത പുട്ടുപൊടി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് മാറ്റി കൊടുക്കാം. ഓരോരോ ലെയറുകളായിട്ട് നമുക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. ഓരോ ലെയറും ഒരു ലെയർ പുട്ടുപൊടി, ഒരു ലെയർ തേങ്ങ, ആ ഒരു റേഷ്യോ കണക്കിന് നമുക്ക് നിറച്ച് കൊടുക്കാം. അതാവുമ്പം പുട്ട് പുഴുങ്ങിക്കഴിയുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ നിറച്ച പുട്ടുകുറ്റി നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം. ഏറ്റവും മുകളിലായിട്ടും കൂടെ കുറച്ച് തേങ്ങ ചിരവിയത് നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് നമുക്ക് ആ പുട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒന്ന് നല്ല രീതിയിലൊന്ന് ആവി കയറി വരുമ്പോഴേക്കും നമുക്ക് പുട്ട് നല്ല റെഡിയായി കിട്ടും. അങ്ങനെ ആവി കയറിയ പുട്ട് നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ആഹാ, ആ ആവി പറക്കുന്ന കണ്ടില്ലേ? അപ്പം അങ്ങനെ ആവി പറക്കുന്ന നല്ല ചെമ്പാവിൻ്റെ പുട്ട് റെഡിയായിട്ടുണ്ട്. നല്ല പാകത്തിന് ഉപ്പും തേങ്ങായുമൊക്കെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ചെമ്പാവിൻ്റെ പുട്ട് റെഡിയായിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കുന്നതിലും കുറച്ചും കൂടെ രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു 1-2 പപ്പടവും നല്ല ഞാലിപ്പൂവും പഴവും സ്വല്പം മധുരത്തിന് വേണ്ടിയിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ മതി കേട്ടോ. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെമ്പാവിൻ്റെ പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ.